ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച ഇതേ വാഗ്ദാനങ്ങൾ കർണാടകയിൽ നടപ്പിലാക്കിയതിനെ കുറിച്ച് കർണാടകയിൽ 55 വാഗ്ദാനങ്ങളെ കുറിച്ച് ഇപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തു. എത്ര എണ്ണം നടപ്പിലാക്കി? 55 ആക്കി കൊടുത്തു. 59 എണ്ണത്തിൽ ആകെ നടപ്പിലാക്കിയത് 2 എണ്ണം. കർണാടക സർക്കാരിന്റെ, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ സ്റ്റാറ്റസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി വളരെ രസകരമായൊരു വാഗ്ദാനം കൊടുത്തിരുന്നു ഹിമാചൽ പ്രദേശിലെ കർഷകർക്ക്. എന്താണെന്നറിയാമോ? കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ചാണകം 2 രൂപയ്ക്ക് വാങ്ങി ആ ചാണകം ഇടുന്ന പശുവിന്റെ പാല് 100 രൂപയ്ക്ക് വാങ്ങും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. ഒരൊറ്റ കർഷകർ കിട്ടിയിട്ടില്ല 2 രൂപ. അവരുടെ വീട്ടിൽ ചാണകമായിട്ട് കാത്തിരിക്കുക കർഷകർ. ചാണകവുമായിട്ട് ഹിമാചൽ പ്രദേശിൽ കാത്തിരിക്കുന്ന കർഷകരുടെ അടുത്തേക്ക് ഒരു കോൺഗ്രസിന്റെ മന്ത്രി വന്നില്ല 2 രൂപയ്ക്ക് ചാണകം വാങ്ങാൻ, 100 രൂപയ്ക്ക് പാല് വാങ്ങാൻ. സർ, ചാണകം 2 രൂപയ്ക്ക് വാങ്ങുമെന്ന് പറഞ്ഞ് ആ പറഞ്ഞ വാഗ്ദാനം പോലും പാലിക്കാതെ ഹിമാചൽ പ്രദേശിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസ് കേരളത്തിൽ വന്നിട്ട് പറയാണ് ചാണകം മേടിക്കുന്ന പാലെങ്കിലും വാങ്ങ് എന്നിട്ട് വന്ന് പറയാണ് ഇതൊന്നും വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കൂലേ, സർ ഈ ഗ്യാരണ്ടിയൊക്കെ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇട്ടുപോയ കല്ലിനുമേലെ ഒരു കെട്ടിടമെങ്കിലും കെട്ടി ഉയർത്തി ആ വയനാട്ടിലെ ചൂരമലയിലെ മുണ്ടക്കയിലെ മനുഷ്യർക്ക് ഒരു വീട് കെട്ടിക്കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ ഗ്യാരണ്ടി ഞങ്ങൾ ഗ്യാരണ്ടിയാണെന്ന് വിശ്വസിക്കാം.